പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന് ഞങ്ങളെ അനുഗ്രഹിക്കണം. സായാഹ്ന വേളയിൽ ഇവിടെ ഞാൻ ആയിരിക്കുന്നു പ്രിയരെ. എൻ്റെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം എന്നെയും അനുഗ്രഹിക്കണം. ബൈബിളിൽ വായിക്കുന്നു, നിങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കേണ്ടതിന് നിങ്ങളുടെ ജീവിത നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് വായിക്കുന്നു. ജ്ഞാനമുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം പ്രിയരെ. നമ്മുടെ ആയുസ്സിനെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ ഭക്തിയോടെ ആദരവോടെ കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസം നാം സൃഷ്ടിയെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ 3 പ്രാവശ്യം ഊതി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് മോശയുടെയും പ്രവാചകനായ ദാവീദിൻ്റെയും വിശേഷാൽ യെഹെസ്കേലിൻ്റെയും പ്രവചനങ്ങളെ ആധാരമാക്കി മുമ്പും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ എപ്പിസോഡുകൾ ധാരാളം കിടപ്പുണ്ട്. ഫേസ്ബുക്കിലുമുണ്ട്, ഗോസ്പൽ ഓഫ് റിസറക്ഷൻ എന്ന ചാനലിലുമുണ്ട്. ഇപ്പോൾ TV ജോബ് എന്നുള്ള പേരിലാണ് എൻ്റെ ഫേസ്ബുക്ക് തുറക്കേണ്ടത്. നിങ്ങളത് നിരവധി എനിക്കിതിനകത്ത് ഈ കൂടുതൽ ടെക്നിക്കൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ പലരും അതിനെക്കുറിച്ചൊക്കെ എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഉത്സാഹം വർദ്ധിച്ചു. അങ്ങനെ അറിയാവുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കാം പ്രിയരെ. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു അവസരം ഇങ്ങനെ തന്ന കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. അപ്പോൾ 3 പ്രവാചകന്മാർ പറഞ്ഞ് നമ്മുടെ സൃഷ്ടിയെ സംബന്ധിച്ചത് തൽക്കാലം അവിടെ നമ്മളൊന്ന് മാറ്റിയിട്ട് ഈ മരണം എന്നാൽ എന്ത്, മരണത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയണ്ടേ. നമ്മളൊരിക്കൽ കാലുമൊക്കെ നീട്ടി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നമ്മുടെ കട്ടിലെ കയറി നമ്മൾ കിടക്കും. പ്രൈസ് ഗോഡ്. അതൊക്കെ ദുഃഖകരമല്ല ആണല്ലേ? എന്നാലും അത് ദുഃഖകരമല്ല, അത് സന്തോഷമാണ് ഒരു ദൈവവേദനെ സംബന്ധിച്ച്. നമ്മൾക്ക് കർത്താവാണ് ഇതിനെ സംബന്ധിച്ച് എന്താണ് മരിക്കുമ്പോൾ സംഭവിക്കുന്നതെന്നും മരണാനന്തരം എങ്ങോട്ട് നമ്മൾ പോകുന്നുവെന്നും നമ്മുടെ ദേഹം, ആത്മാവ്, ജീവൻ, മൂക്കിലെ ശ്വാസം, ഈ കാര്യങ്ങളുടെ ഗതിവിഗതികൾ എന്താണെന്നും വിശദമായി ഒരു ഫ്രോയിഡും ഒരു സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒക്കെ ഒന്നും പോകണ്ട, മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒക്കെ ഒന്നും പോകണ്ട. അവരൊക്കെ പഠിച്ച് മടുത്ത് ഇരിക്കുന്നവരാണ്. നമ്മുടെ കൃഷ്ണയ്യർ, ജസ്റ്റിസ് കൃഷ്ണയ്യർ ഉണ്ടല്ലോ, ഫേമസ് ഫിലോസഫർ ആയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യ മരിച്ചതോടുകൂടി വളരെ ദുഃഖിതനായി ബൈബിളിലേക്ക് കടന്നു വന്നു. താൻ പുരാണ ഇതിഹാസങ്ങളിലൊക്കെ പണ്ഡിതനായിരുന്നുകൊണ്ട് അതുമൊക്കെ പഠിച്ചു. അവസാനം യേശുവിൻ്റെ പാദപീഠത്തിൽ അദ്ദേഹം വന്നുവെന്നാണ് കേൾപ്പാൻ കഴിയുന്നത്. അദ്ദേഹമാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ നിയർ ഡെത്ത് സ്റ്റഡീസ് സ്ഥാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്ന നിരവധി ഡോക്ടർമാർ ഊണും ഉറക്കവും കളഞ്ഞ് ഇപ്പോഴും ഇരിപ്പുണ്ട് ലാബറട്ടറികളിൽ. യൂണിവേഴ്സിറ്റി ഓഫ് കണക്റ്റിക്കട്ട് USA പെനാറ്റോളജി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. പെനാറ്റോസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് എന്നാണ്. മരണത്തെക്കുറിച്ച് മാത്രം ശാസ്ത്രീയമായി പഠനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കണേ അവരുടെ താല്പര്യം. മാത്രമല്ല നിരവധി പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്നും വായിക്കാൻ സമയമില്ല പ്രിയരെ. അതായത് മരണസംബന്ധിയായി പഠിച്ചിട്ട് ഡോക്ടർ എലിസബത്ത് കുബ്ലർ-റോസ് ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ട് താമസിയാതെ തന്നെ 10 ലക്ഷം കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. അതൊരു ആകാംക്ഷാഭരിതമായിരിക്കുന്ന മനുഷ്യൻ്റെ വായനാശീലത്തെ, ഇതുപോലുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള താല്പര്യത്തെ കാണിക്കുകയാണ്. പിന്നെ മോറിസ് റൗളിംഗ് ഡോക്ടർ, അദ്ദേഹം മരണവാതിലിനപ്പുറം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. നിരവധി പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ കൊണ്ട് വായിക്കാൻ കിട്ടും. പണം മുടക്കാണ്, കൂടുതലും ഇംഗ്ലീഷാണ് എന്നൊക്കെ ഉള്ള പ്രത്യേകത ഉണ്ട്. എന്നാൽ
ഗൗരവമായി മരണവാതിലിന് അപ്പുറത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച 4 ഡോക്ടർമാരെ എനിക്ക് പ്രത്യേകം സ്മരിക്കേണ്ടിയിരിക്കും. ഒന്ന് ഡങ്കൻ മൺഡേ പോൾ. അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ഭാരനഷ്ടം നമുക്ക് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിച്ചു. ആ ഭാരം എത്രയാകുന്നുവെന്ന്, അല്ലെങ്കിൽ മരണത്തോടുകൂടി മനുഷ്യനിൽ സംഭവിക്കുന്ന ആ ഭാരനഷ്ടം 21 ഗ്രാം തൂക്കമുണ്ടെന്ന് സ്വീഡിഷ് ഡോക്ടറായ ജേക്കബ് ഗൊലോബ്സൺ കണ്ടുപിടിച്ചു. 21 ഗ്രാമാണ്. നാം എത്ര വലിയ ഗംഭീരനാണേലും നമ്മുടെ ആ സോളെന്ന് പറയുന്നതിന് 21 ഗ്രാമേ ഉള്ളൂ. ഡോക്ടർ കാരിട്ടൻ USA പ്രകടനം നടത്തി, അദ്ദേഹം ഗവേഷണം നടത്തിയിട്ട് അദ്ദേഹം ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞു: മനുഷ്യനൊരു എനർജി ബോഡി, ഊർജ ശരീരം മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു എന്ന് അദ്ദേഹം അത് കണ്ടുപിടിച്ചു. വലിയ ഗംഭീരമായ കണ്ടുപിടുത്തം. എന്നാൽ R.A. വാട്ടേഴ്സൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം USA ആളാണ്, അത് ഫോട്ടോ എടുത്തു. വിൻസ്റ്റൻസ് ക്ലൗഡ് ചേംബർ എന്നാണ് ഫോട്ടോ എടുത്ത ആ യന്ത്രത്തിൻ്റെ പേര്. മരിച്ച അതേ രൂപമുള്ള ഒരു ഊർജ ശരീരത്തിൻ്റെ പടമെടുത്തു. നോക്കണേ, ഇത് സാധ്യതപ്രായമാണോ പ്രിയരെ? ബൈബിളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമുക്ക് എന്തെങ്കിലും സ്ഥാപിക്കാനോ ചിന്തിക്കുവാനോ കഴിയുള്ളൂ. നമ്മളിതൊക്കെ പഠിച്ച് ഭംഗിയായി കർത്താവ് നമ്മളെ പഠിപ്പിച്ചേച്ച് പോയത് കാരണം ഒരു ഭക്തനെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊരു കുഴപ്പടിയില്ല, അവനൊരു പേടിയില്ല. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് ഒരു പട്ടണവാതിൽക്കൽ വെച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞിട്ട് പട്ടണത്തിന് പുറത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ കാണെ താനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ആകാംക്ഷാഭരിതരായി കണ്ണീരോടുകൂടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ താൻ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് വന്ന് പോയി പിന്നെ സുവിശേഷം പ്രസംഗിച്ചുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 14:19 എഴുതിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചായിരിക്കാം 2 കൊരിന്ത്യർ 12 താഴോട്ട് വായിക്കുമ്പോൾ, ക്രിസ്തുവിൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് 3-ാം സ്വർഗ്ഗത്തോളം എടുത്തുകൊള്ളപ്പെട്ടു എന്ന് പൗലോസ് തന്നെ പറയുന്നു. അതുകൊണ്ട് സോൾ പ്രൊജക്ഷൻ അത് സാധിക്കുമെന്ന് നമ്മുടെ ബൈബിള് പിന്താങ്ങുന്നു. കർത്താവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ആത്മശരീരം അതിനെ സഞ്ചരിച്ചു പോകാൻ കഴിയും. ആത്മാവിൽ അവൻ ചെന്നു. നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം അനുസരണം കെട്ടവരായി നടന്നിരുന്ന ആത്മാക്കളോട് അവൻ പ്രസംഗിച്ചു. അപ്പം മരണശേഷം ഒരു ശരീരം നമുക്കുണ്ട്, അത് യാതൊരു സംശയവുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ശിഷ്യന്മാരുമായി ഭക്ഷണം കഴിച്ചില്ലേ പ്രിയരെ? ഇതൊക്കെ നമുക്ക് പഠനത്തിനും നമ്മുടെ ഭയം മാറുന്നതിനും വേണ്ടി ഒക്കെ ചിന്തിക്കാമെന്നല്ലാതെ കർത്താവ് നമ്മെ കൂലങ്കഷമായി പഠിപ്പിച്ചു. എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ള പഠനങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്, പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. നാം പറഞ്ഞു നമുക്ക് ആത്മാവുണ്ട്, നാം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നും നാം ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായി നമ്മുടെ കർത്താവ് മരിച്ച സമയത്ത് കാൽവറി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാണനെയും ആത്മാവിനെയും വിട്ട് ദൈവസന്നിധിയിലേക്ക് അതിനുശേഷം അവൻ പ്രാണനെ വിട്ടു എന്ന് പറയുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട്. ആത്മാവും പ്രാണനും ദേഹിയുമെന്ന് നമ്മൾ പറയുമ്പോൾ പ്രാണൻ തന്നെയാണ് ഈ ദേഹി, ഇന്നർ മാൻ എന്ന് പറയും. അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ കിടപ്പുണ്ട്.
മനുഷ്യനെ സംബന്ധിച്ച് മൂക്കിൽ അവന് ശ്വാസമുണ്ട്. അത് ജീവൻ്റെ ലക്ഷണമാണ്. അവൻ മരിക്കുമ്പോൾ ഈ ജീവൻ ശരീരത്തിൽ, അതായത് രക്തത്തിലിരിക്കുന്ന ജീവൻ, ഞാനത് പ്രത്യേകം പഠിപ്പിച്ചു, അതിനെ വിട്ട് ദൈവത്തിൻ്റെ ജീവഭാണ്ഡമെന്ന് പറയുന്ന ഒരു ജീവഭാണ്ഡമുണ്ടെന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നല്ലോ പുസ്തകത്തിൽ. ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. ദുഷ്ടന്മാരുടെ പ്രാണനെ അവൻ എറിഞ്ഞു കളയുന്നു, ജീവനെ എന്ന് പറയുന്ന പോലെ ജീവൻ അങ്ങോട്ട് പോകും. സകല ജീവജാലങ്ങൾക്കും ജീവനുണ്ട്, ഒന്നിനും ജീവനില്ലാത്ത ഒന്നുമില്ല. ആ ജീവികളുടെ എല്ലാം ജീവൻ ദൈവത്തിൻ്റെ ജീവപാഠത്തിൽ പോയി കെട്ടപ്പെടുമെന്ന് നിസ്സംശയം പറയാം. എൻ്റെ പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യനൊഴിച്ച് വേറെ ഒരു ജീവജാലങ്ങൾക്കും സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇല്ല. മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ജീവനുള്ള ദേഹിയായി തീർന്നത്. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ സംഗതിയെല്ലാം കറക്റ്റ് തന്നെ. മൂന്നാമത്തെ ഊതിയപ്പോഴാണ് മാൻ ബിഗെയിം എ ലിവിങ് സോൾ. അതോടുകൂടി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ ഊത്തിലാണ് അവൻ്റെ ശരീരവും ജീവൻ പ്രാപിച്ചത്. അവൻ്റെ ഹൃദയം അന്നാണ് സ്പന്ദിക്കുവാനും ചുടുരക്തം പമ്പ് ചെയ്യുവാനും പ്രാപ്തി പ്രാപിച്ചത്. അപ്പോൾ തന്നെ അവനൊരു ഇന്നർമാൻ ഉണ്ടായി, ബിക്കൈം. ഈ ഇന്നർമാൻ സ്ഥിതി ചെയ്യുന്ന ഈ പേടകമാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ ആത്മാവ് അതിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു എന്ന് വായിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാനുള്ളൊരു മന്ദിരം. പക്ഷേ ഈ ആത്മാവിനാലാണ് ഇവൻ മനുഷ്യാത്മാവായി തീർന്നത്. ജീവനുള്ള ദേഹി എന്ന് പറയുന്ന ഇന്നർ മാനിന് മനുഷ്യാത്മാവെന്ന് പറയാം. അകത്തെ മനുഷ്യൻ, ദേഹി പ്രാണൻ, ശാശ്വത വാസി എന്നൊക്കെ പറയുന്നത് ഇതിനാണ്. അതൊക്കെ വിശദമായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലായി. എന്നാൽ ജീവൻ എന്ന് പറയുന്ന ആ സാധനം മരിക്കുന്ന സമയത്ത് എവിടെ പോകും? ദൈവത്തിൻ്റെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെടും. അപ്പോൾ പിന്നെ ജീവനുള്ള ദേഹിയില്ലേ? ജീവനുള്ള ദേഹി അതിൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇറ്റ് വിൽ ഗോ ടു ഇറ്റ്സ് എറ്റേണൽ എബോർഡ്. അവൻ എവിടെയാണ് വസിക്കേണ്ടത്? ദുഷ്ടനാണെങ്കിൽ യാതനാസ്ഥലത്തേക്ക് പോകും, ശിഷ്ടനാണെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് വ്യക്തമാക്കി തരാനാണ് കർത്താവ് നമുക്ക് ലാസറിൻ്റെ സംഭവ ചരിത്രം, ന്യായപ്രമാണ കാലത്ത് നടന്ന ആ സംഭവം കർത്താവ് വിശദമായി പഠിപ്പിച്ചു. അവർ രണ്ടുപേരും കർത്താവ് ഇത് പറയുമ്പോൾ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുക. എന്നാൽ അവിടെ കാണുന്നു അബ്രഹാം പിതാവിൻ്റെ മടി എന്ന് പറയുന്ന പാരഡൈസ് എന്നങ്ങനെയാണ് പറഞ്ഞു വരുന്നത് യഹൂദൻ്റെ സിസ്റ്റം അനുസരിച്ച്. അവിടെ വിശ്രമിക്കുകയാണ് ആര്? പാവപ്പെട്ട ലാസർ. ആരും ഗവനിക്കാഞ്ഞ സാധു, ഗവനിക്കാഞ്ഞ ധനവാൻ പട്ടിയെ വിട്ട് നക്കിക്കുകയും അവൻ്റെ ടേബിളിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ അവന് വേലക്കാരെ കൊണ്ടുപോയി കൊടുപ്പിക്കുകയൊക്കെ ചെയ്യും. പട്ടി പോയി ചൊറിഞ്ഞു കൊടുക്കും, അതൊക്കെ ചെയ്യും, നക്കിക്കൊടുക്കും, അതൊക്കെ നല്ല കാര്യം. എന്നാൽ ഈ ധനവാനെ സംബന്ധിച്ച് അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനായിരുന്നില്ല. ലാസറിനെ ഭൂമിയിലേക്കൊന്ന് അയക്കണമെന്ന അറ്റ കൈക്ക് ഇദ്ദേഹം ദൈവത്തോട് കെഞ്ചിയപ്പോൾ പറയുകയാണ്, അവന് മോശയും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അവൻ വായിച്ചു പഠിക്കട്ടെ. ഇനി ഇവിടുന്ന് ലാസറിനെ കൊണ്ട് സുവിശേഷം പോയി പറയിപ്പിച്ചാൽ, ന്യായപ്രമാണം അവനെ പഠിപ്പിച്ചാലും വലിയ ഗുണമൊന്നുമില്ല, അവൻ മാനസാന്തരപ്പെടത്തില്ല. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഹൃദ്യസ്ഥമാക്കിയിരിക്കണം. അത് ഈ ലോകത്തിൽ മാത്രമല്ല, മരണശേഷവും നമുക്കത് ഉപയോഗപ്പെടും. പ്രിയരെ, മരണശേഷം നമ്മളെല്ലാവരും സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഞാനൊരു പരസ്യയോഗത്തിൽ പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം. ഞാൻ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും നിനക്കുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി നിന്റെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കിയെന്ന്
മരണാനന്തരം പിന്നെയും യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പഠിച്ചോണം. കൃപയുള്ളവർ അവിടെ പോയി നമുക്ക് ദൈവത്തെ, ഇന്ന് പലരെയും സ്റ്റേജിൽ കയറ്റി പ്രസംഗിക്കത്തില്ല. എല്ലാം വലിയ പട്ടാള ചിട്ടയല്ലേ. അനുഗ്രഹീത ദൈവദാസന്മാരെ തഴഞ്ഞിട്ട് പണത്തിൻ്റെയും മറ്റും രീതിയിൽ ആളെ കയറ്റി മനുഷ്യനെ മുഷിപ്പിക്കും. കണ്ടില്ലേ നടക്കുന്നത്, കണ്ടില്ലേ? കോട്ടയത്തെ കാര്യമൊക്കെ ഞാൻ ഇനി പറഞ്ഞാൽ പലരും എന്നോട് പിണങ്ങും. സത്യത്തിൻ്റെ മുഖം വികൃതമാണ്, ഇരുട്ടല്ലോ സുഖപ്രദമെന്ന് പറഞ്ഞതുപോലെയാണ്. അതുകൊണ്ട് അതിലോട്ടൊന്നും നമ്മൾ കളിക്കുക. ഞാൻ ആരെ ഇനി ഒന്നും പറയുകയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? ദൈവം അതിനവർക്കുണ്ട്. അവർക്ക് മോശയും പ്രവാചകന്മാരുണ്ട്. അത് പഠിക്കാത്തവൻ യാതൊരു പ്രകാരത്തിലും മരിച്ച ശേഷം അവൻ അന്നേരവും മണ്ടനായിരിക്കും. ന്യായപ്രമാണം അറിയാത്ത പുരുഷാരം അന്നും ശപിക്കപ്പെട്ടവരായിരിക്കും. ന്യായപ്രമാണം കേൾക്കുന്നവൻ, ചെവിതിരിക്കാതെ അതിനെ ഹൃദ്യസ്ഥമാക്കുന്നവൻ, അവനും അന്നും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ പാനത്തിൽ പോയി കെട്ടപ്പെടും. അതിനുശേഷം സാക്ഷാൽ നമ്മളാണ്, അല്ലെങ്കിൽ ആത്മമനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യാത്മാവെന്ന് പറയാം. അത് ആത്മാവല്ല, മനുഷ്യനും ആത്മാവും കൂടെ ചേർന്നത്. ദെൻ മാൻ ബിക്കേം എ ലിവിങ് സോൾ എന്നാണ് പറയാൻ. ജീവിക്കുന്ന മനുഷ്യൻ, അനന്തമായി ജീവിക്കുന്ന സോൾ അതായിത്തീരും. ഈ സോൾ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ധനവാന്റെയും ലാസറിൻ്റെയും കാര്യത്തിൽ കർത്താവ് പഠിപ്പിച്ച് കണ്ടല്ലോ. രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. അവർക്ക് തമ്മിൽ കണ്ടാൽ മനസ്സിലായി. ദാഹമുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, ബുദ്ധിപരമായ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ടെന്ന് നമുക്ക് ഇതിലപ്പുറം എന്താ പഠിപ്പിക്കാൻ? കർത്താവല്ലേ ഏറ്റവും ഭംഗിയായി ഇതറിയാവുന്ന ആൾ. കർത്താവും പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ സ്പർശിച്ചു. ആദ്യം പറഞ്ഞു മറിയ എന്നെ തുടരുതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു എല്ലാവരും വിലാപ്പുറത്ത് കൈയിട്ടോ എന്നൊക്കെ. ഇതിനകത്തൊക്കെ രഹസ്യങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് മരണം കഴിഞ്ഞാലും നല്ലൊരു ശരീരമുണ്ട്. നല്ല ആരോഗ്യത്തിലുള്ള ഗാത്രരായിരിക്കും നാം എല്ലാവരും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അതുകൊണ്ട് നല്ലവണ്ണം നല്ലെല്ലാം കഴിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഖണ്ഡനാളമെല്ലാം ശുദ്ധമാകട്ടെ, ശാരീരശുദ്ധി, ശബ്ദമൊക്കെ നല്ലോണം മുഴങ്ങണം. ഒരു പാട്ട് പാടി ഒരു സ്തോത്രം പറഞ്ഞാൽ ഇടിവെട്ടുന്നത് പോലെ അവിടെ ചെന്ന് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. സുവിശേഷം അവിടെയും പ്രസംഗിക്കുകയാണ് ദൈവഭക്തൻ. പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമുണ്ടെങ്കിൽ സുവിശേഷം. യേശുക്രിസ്തുവിനെ കുറിച്ച് 4 വാക്ക് പറഞ്ഞാലും നസറേനെ കുറിച്ച് പറയണം. 4 കവലകളിലായാലും നാണിക്കരുത്. നിങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. സഭയെ മാത്രം ഒതുങ്ങി നിൽക്കരുത്. പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോകണം. വാ പാസ്റ്ററെ, നമുക്ക് പരസ്യവും നടത്താം. പാസ്റ്റർക്ക് ഒരു ചൂടാണ്. ഞങ്ങളുടെ പാസ്റ്റർ അങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ പോയി പരസ്യവും നടത്തണം. അല്ലെ ഒറ്റയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കും പോയി പരസ്യവും നടത്തണം. ആരെ പേടിക്കാനാ? പക്ഷേ സ്റ്റഡീഡ് ആയിരിക്കണം കേട്ടോ. അത് പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്. സമയമില്ല, കാശുണ്ടാക്കണ്ടേ? കുറച്ചൊക്കെ ഉണ്ടാക്കിക്കോ. കർത്താവിന് ദശാംശം കൊടുത്താൽ മാത്രം മതി. ഈ രാജ്യത്തൊക്കെ ഭയങ്കര നമുക്ക് പ്രസംഗിക്കാൻ ഒരുപാട് കാര്യം നമ്മുടെ കർത്താവ് വരും. ഇന്നോ നാളെയോ വരുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. നിങ്ങൾ എന്നെ കളിയാക്കിയാൽ ശരി. കാരണം എന്താണെന്നറിയാമോ? സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഈ ലോകത്ത് നടക്കേണ്ട ചില സംഭവങ്ങളുണ്ട്. സഭ എടുത്തുകൊള്ളപ്പെടുന്ന ഉടനെ തന്നെ സ്വർഗത്തിലെ സാത്താൻ്റെ ആ സമ്മേളനം നടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവപുത്രന്മാർ ചെല്ലുമ്പോൾ അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെല്ലുമെന്ന് വായിക്കുന്നില്ലേ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ? അങ്ങനെ ഒരു സ്ഥാനവും ഒരു അവകാശവും ഒക്കെ നേടിയിട്ടുണ്ട്. MP-മാർ കയറി ചെല്ലുന്ന പോലെ ഇവനും കയറി ചെല്ലും. എന്നാൽ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 13 മുമ്പുള്ള അധ്യായങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് സഭ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ സാത്താനെയും കൂട്ടരെയും അവിടെ നിന്ന് തള്ളിക്കളയും. സ്വർഗത്തിൽ നിന്ന് തള്ളി ഭൂമിയിലേക്കിടും. അപ്പം സഭ എടുത്തുകൊള്ളപ്പെട്ട് ശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഈ കാര്യം നമ്മൾ വായിക്കുന്നത്. പിന്നെ അവൻ്റെ സ്ഥലം പിന്നെ കണ്ടില്ല എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സാത്താൻ ഇങ്ങോട്ട് വന്നിട്ട് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ അന്തിക്രിസ്തു.
അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആള് തയ്യാറായി നിൽപ്പുണ്ട് ഈ ലോകത്തിൽ. സഭ എടുത്തുകൊള്ളപ്പെട്ടവനെ ഈ പിശാചും സാത്താനും എന്ന പഴയപാമ്പായ മഹാസർപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഈ മനുഷ്യനിൽ അങ്ങ് ആവസിക്കുമ്പോഴാണ് അവനാണ് സാക്ഷാൽ അന്തിക്രിസ്തുവായിട്ട് രംഗപ്രവേശം ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്, എന്നാൽ തടുക്കുന്നവൻ പരിശുദ്ധാത്മാവ്. വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. ഇപ്പോൾ കാബായിലേക്ക് 2-3 പ്രാവശ്യം അന്തിക്രിസ്തു വന്നെന്നൊക്കെ പറഞ്ഞ് ഒസിറാക്ക് ഒരു ദിനപത്രം അതിനകത്തൊക്കെ ഞാൻ വായിച്ചു. അവിടെ പല പ്രാവശ്യം ഒരു അഭൗമ തേജസ്സുള്ള ഒരു മനുഷ്യൻ വന്നു. മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ, വലിയ റബ്ബിമാരൊക്കെ പോയി അദ്ദേഹത്തെ ഉമ്മ കൊടുത്തു. അദ്ദേഹത്തിന് തോറായൊക്കെ പഠിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ യഹൂദന്മാരുടെ നാട്ടിലും വെളിപ്പെടുവാനുള്ള ഒരു അന്തിക്രിസ്തു അല്ലെങ്കിൽ ഒരു എതിർ ക്രിസ്തു രംഗപ്രവേശം ചെയ്തതായിട്ടൊക്കെയും നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അപ്പം ഒരു വല്ലാത്ത സമയമാണ്. അപ്പോൾ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെട്ട ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ദൈവം തമ്പുരാൻ ഈ സാത്താനെയും സൈന്യത്തെയും ചവിട്ടി പുറത്താക്കി കളയുമ്പോൾ അവർ ഓടി വന്ന് ഈ മനുഷ്യനിൽ ആവേശിക്കും. ഒരുപാട് അതിന് യോഗ്യന്മാരായവർ ഇപ്പോൾ അരയും തലയും മുറുക്കി നിൽപ്പുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ അത് നമ്മുടെ ട്രംപാണ്. അത് എത്ര പേരാണ് തയ്യാറായി നിന്നിരുന്നത്. എന്ത് പ്രവർത്തനങ്ങളാണ് അവിടെ. വധശ്രമം വരെ നടന്നില്ലേ അധികാരം പിടിച്ചെടുക്കാൻ. അങ്ങനെ ഒരാൾ ലോകത്തിൽ വരും. അതിനെയൊക്കെ കുറിച്ചൊക്കെ ബൈബിൾ വ്യക്തമായി പറയുന്നു. അങ്ങനെ അയാൾ വന്നിട്ട് അയാൾക്ക് ചില അധികാരങ്ങൾ കൊടുക്കും. ആ അധികാരങ്ങൾ എന്താണെന്ന് ഞാനൊന്ന് വായിക്കാം. അദ്ദേഹം മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാം മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി. കള്ളപ്രവാചകനുണ്ട് ആ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ വിസ്മരിക്കരുത്. അതൊക്കെ നമുക്ക് വിശദമായി പിന്നെ നമുക്ക് പഠിക്കാം. ഭൂമിയെ അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തവനുമായ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അതും മനുഷ്യർ കാണുക ആകാശത്ത്. ഈ മൃഗത്തെക്കുറിച്ച് പറയുകയാണ്. ഈ മൃഗം കള്ളപ്രവാചകനാണ്. അദ്ദേഹം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗം, അതാണ് എതിർ ക്രിസ്തു. ആ എതിർ ക്രിസ്തുവിനെ ഒരു പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. നോക്കണം, ഇത് വലിയ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഇവിടെ സംഭവിക്കുവാൻ പോകുന്നത്. അത് സംഭവിക്കും എന്നുള്ളതിന് തെളിവായിട്ട് നമ്മുടെ ഈ ലോകത്ത് തന്നെ സോഫിയ എന്ന് പറയുന്ന ഒരു യാന്ത്രിക പാവ ജീവിച്ചിരിപ്പുണ്ട്. അവർക്ക് പൗരത്വമൊക്കെ കൊടുത്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ, ഇന്ത്യയിലൊക്കെ കൊണ്ടുവന്നിരുന്നു. മനോഹരമായി സംസാരിക്കുന്ന ഒരു സുന്ദരിയായ സോഫിയ. ഹാൻസം റോബോട്ടിക് കമ്പനിയിൽ റേക്കോഴ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അതിനെ വികസിപ്പിച്ചെടുത്തത്. ഇന്ന് ധാരാളം നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാൻ തക്കവണ്ണം കിളയ്ക്കാനോ വീട് കാക്കാനോ കഞ്ഞി വെക്കാനോ എല്ലാത്തിനും യാന്ത്രിക പാവ കമ്പോളത്ത് കിട്ടും. പട്ടാളക്കാരെ വരെ ഉണ്ടാക്കി വിൽക്കുന്നു. അപ്പം ഇതൊക്കെ സാധിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതിനിടയ്ക്ക് ഞാൻ അത്ഭുതകരമായൊരു വാർത്ത കേട്ടത് എന്നെ ഞെട്ടിച്ചു. അല്ലാതെ ഞാനത് സഭയിലൊക്കെ പോയി സാക്ഷി പറയാനിടയായി. സ്വിറ്റ്സർലൻഡിൽ ലൂസേൺ എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞ ഒരു ചാപ്പലുണ്ട്, ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിർമ്മിച്ച യേശുണ്ട്. AI ജീസസ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നല്ല സുന്ദരനായ ഒരു യേശു അവിടെ ഇരിക്കുന്നത് കാണാം. 100 ഭാഷകളിൽ മിഷനിലുള്ള യേശു എന്നാണ് അതിന് പറയുന്നത്. ജീസസ് ഇൻ മെഷീൻ. ഈ യേശുവിന് 100 ഭാഷകളിൽ ജനത്തോട് സംസാരിപ്പാനും ഇടപെടുവാനും ഉപദേശങ്ങൾ നൽകുവാനും കഴിയും. അവിടെ ഒരു ഹൈടെക് കൺഫെഷനൽ ബൂത്ത് ക്രമീകരിച്ചിട്ടുണ്ട്.
കുമ്പസാരക്കൂട്. മനുഷ്യനെല്ലാം കിളയോടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയരെ. ഞാൻ കേട്ടിട്ട് പേടിച്ചു പോയി. ദൈവമക്കളെ സംബന്ധിച്ച് ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആലോചന ചോദിക്കേണ്ടത് ആരോടാ? നമ്മളോട് തന്നെയാണ് ചോദിക്കുന്ന പോലെയുള്ളൂ. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് കൊണ്ടാണ് ഈ AI ജീസസിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഈ ആലോചന ചോദിക്കാൻ പോകുന്ന മണ്ടന്മാർക്കറിയുമോ? അവർ കയറി കൈയും മുത്തി കാലും മുത്തിക്കുള്ള കാശും കീശയിലോട്ട് ഇട്ട് കൊടുക്കും, ലക്ഷങ്ങൾ സമ്പാദിക്കും. ഇന്നത്തെ പലരും സമ്പാദിച്ച് അകത്ത് പോകാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. പേരൊക്കെ പറഞ്ഞാൽ എന്നെ എല്ലാവരും ചീത്ത വിളിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പ്രിയരെ. AI ജീസസ് ഇവിടെ വന്നു കഴിഞ്ഞു. അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ചെയ്ത തെറ്റുകളും എല്ലാം വിഗ്രഹങ്ങളാണോ നീ പറയേണ്ടത്, അതോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തോടാണോ നീ പറയേണ്ടതെന്ന് പണ്ട് പ്രമാണം യഹൂദനോട് ചോദിച്ചതുപോലെ ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ച പെട്ടകത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദാഗോന്റെ കഴുത്ത ഒടിഞ്ഞുപോയി കമണ്ണ് കിടന്ന ആ സ്ഥാനത്തേക്ക് നമ്മുടെ ആളുകളെ ആകർഷിച്ചു കൊണ്ടുപോകുവാൻ ഇതാ പിശാച് ചട്ടവട്ടങ്ങൾ നിരത്തിക്കഴിഞ്ഞു. എന്നാൽ ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം, ഇത് സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ നടക്കേണ്ട കാര്യമാണ്. അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ തെളിവുകൾ ഇതാ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്നാണ് നാം പഠിക്കേണ്ടത്. ഇത് കണ്ട് വരണ്ടു പോകരുത്. നിങ്ങളുടെ വീടിൻ്റെ പടുത്തിരിക്കുന്നത് കൊണ്ട് തലപൊക്കി സന്തോഷത്തോടെ ഇടയശ്രേഷ്ഠനെ അംഗീകരിപ്പാൻ നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ള കാര്യം. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടൊന്നും ദൈവസഭയെ ഇവിടെ മയക്കി പിടിക്കാൻ സാധ്യമല്ല. കുറേ പേരെയൊക്കെ തട്ടിയെടുത്ത് കൊണ്ടുപോകും. ഇന്നത്തെ കുടായ്പ് കൂട്ടായ്മക്കാരുടെ പിൻഭാഗം നിരവധി ആളുകൾ പോയിട്ട് കണ്ണീരും കയ്യുമായി പല ജീവിതങ്ങൾ തകർന്നടിഞ്ഞു പോയത് നാം കേട്ടു. കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ വരെ സാത്താൻ വഷളാക്കി കളഞ്ഞു. എന്തൊരു ദയനീയാവസ്ഥ. അതുകൊണ്ട് ഇടയശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നിതാ, കൂലി തൻ്റെ കയ്യിലും പ്രതിഫലവുമായിതാ. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടാൻ കാലമടുത്തു വരുന്നിതാ, കൂലി തൻ്റെ കയ്യിലും പ്രതിഫലവുമായിതാ. ഉണർന്നു ഘോഷിപ്പീൻ, ദീപം തെളിയിപ്പീൻ. ഉണർന്നു ഘോഷിപ്പീൻ, ദീപം തെളിയിപ്പീൻ. യേശുരാജൻ വന്നിടുവാൻ കാലം ഏറെയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുരാജൻ വരുവാൻ കാലമേറെയില്ല. ഇടയശ്രേഷ്ഠൻ വിടും, കൂലി തൻ്റെ കയ്യിലും പ്രതിഫലവുമായി. നിൻ വിചാരണയിലെ ആട്ടിൻകൂട്ടം മുഴുവനേയും ദുഷ്ടജന്തു തൊട്ടിടാതെ കാത്തുപാലിച്ചിടുക. നിൻ വിചാരണയിലെ ആട്ടിൻകൂട്ടം മുഴുവനെ ദുഷ്ടജന്തു തൊട്ടിടാതെ കാത്തുപാലിച്ചിടുക. പ്രിയരെ, അതുകൊണ്ട് നമുക്ക് വളരെ കാലഘട്ടത്തിനനുസരിച്ച് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്ര ജീവിപ്പാൻ നോക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇതെല്ലാം കേൾക്കണം, പ്രതികരിക്കണം. ഇത് നിങ്ങൾ പാസ് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രിയരെ, ഞാനിതിൽ വലിയ വിദഗ്ധനൊന്നുമല്ല, എനിക്കറിയത്തില്ല. ഇത് ഓരോരുത്തരൊക്കെ ഭയങ്കരമായ ഇതൊക്കെ അങ്ങ് സ്വയമഹത്വത്തിനൊന്നും എനിക്ക് ഇതൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കണം. പഠിക്കുന്ന ദൈവവചനം കറക്റ്റാണോ എന്ന് എല്ലാ പുസ്തകങ്ങളും വായിക്കണം കേട്ടോ. അങ്ങനെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞപ്പോഴേ പഠിപ്പിച്ചു കൊടുത്താൽ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, എന്നെ കേട്ട എല്ലാ പ്രിയരും ചിന്താശീലരാണ്. കേൾക്കുന്നവർക്ക് മനസ്സിലാകും, കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് വീട്ടിലിരുന്ന തിരുവെഴുത്തുകളെ ആധാരമാക്കി പരിശോധിക്കുവാൻ വിശേഷ ബുദ്ധി അവർക്ക് കൊടുക്കണം. അവരുടെ രോഗങ്ങളും
അവരുടെ ഭാരങ്ങളും വേദനകളും നിരാശകളും വല്ലതും ഉണ്ടെങ്കിൽ അതുമൊക്കെ ഇത് കേൾക്കുമ്പോൾ മാറിപ്പോകുമല്ലോ കർത്താവേ. ഇടയശ്രേഷ്ഠൻ ഇങ്ങോട്ട് വരാൻ പോവുകയാണല്ലോ. ആ പ്രത്യാശ ഞങ്ങൾ നിറയ്ക്കണമേ. ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന നഗരമില്ല, കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ. ഓ സ്തോത്രം 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 സ്തോത്രം. 3-ാം നിലയിലും മരണം കയറി ചെല്ലും. കൊച്ചു കുഞ്ഞു ഉപദേശിച്ച് പാടിയത് ഞങ്ങൾ ഓർക്കുന്നു. അവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിൽ വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്നു. ഇതൊക്കെ പഠിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ സ്ഥലം വന്നു ചേരുവാൻ ഞങ്ങളെ സഹായിക്കണം. ജീവിതം ആനന്ദതുന്നിലമാക്കി തീർക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.